Watch India's largest kids library only on Jio Hotstar. Download the app now. നമ്പർ 1, ഞങ്ങൾ ജോണിനെ സ്വാഗതം ചെയ്യാൻ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. അവനെ വിളിച്ചോണ്ട് വരണം. പക്ഷെ അവനോട് പറയരുത് ഞങ്ങളാണ് പാർട്ടി തരുന്നതെന്നുള്ള കാര്യം. ഇത് അവനുള്ള ഒരു സർപ്രൈസ് പാർട്ടിയാണ് കേട്ടോ. വേഗം തന്നെ ചായക്കട ചേട്ടന്റെ കടയിലോട്ട് വാ. ശരി ഞാൻ വേഗം ചായക്കടയിലേക്ക് വരാം. ബോസ് നമുക്ക് വേഗം പോണം. ചായക്കടയിൽ വലിയ പാർട്ടി നടക്കുകയാ. അവിടെ പോയി നമുക്ക് വയറ് നിറച്ച് കഴിക്കാം, എന്നിട്ട് ആഹ്ലാദിക്കാം. കൊള്ളാം നമ്പർ 1, അടിപൊളി. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. വാടാ മക്കളെ വാ. ഈ പാർട്ടി ആരാ നടത്തുന്നത്? ആദ്യം അതൊന്ന് പറഞ്ഞ നമ്പർ 1. ബോസ് ഇത് സർപ്രൈസ് പാർട്ടിയാണ്. ആ സർപ്രൈസ് പാർട്ടി ഇപ്പൊ എവിടെയാ നടക്കുന്നേ? ഈ പാർട്ടി നിനക്ക് വേണ്ടി ഞങ്ങളാണ് തയ്യാറാക്കിയത്. നീ ഈ ഫുർഫുറി നഗരം മുഴുവനും മോഷ്ടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഉറക്കം പോക്കിയവനല്ലേ, ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഞങ്ങള് നിനക്ക് കുറച്ച് സമ്മാനം തരാന്ന് കരുതി. സമ്മാനം തരുവാടോ? ഇത് വേഗം തന്നേക്ക്. ഈ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തരൂ. ഞാനും തന്നേക്കോ. എന്റെ വക ഇരിക്കട്ടെ ഒന്ന്. നിങ്ങൾ എന്നെ വഞ്ചിച്ചു അല്ലേ? പാർട്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് അടി മേടിച്ചു തരാനായിരുന്നല്ലേ പരിപാടി? ഇനി എങ്ങാനും നീ ഫുർഫുറി നഗരത്തിൽ മോഷ്ടിച്ചാൽ ഇതിലും കൂടുതൽ ഇടി മേടിക്കും ജോണേ. എന്റെ അമ്മോ, ഇവനൊരു സമ്മാനം കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. ബോട്ടുവിനെ പത്തിലുവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നമ്പർ 1. ഒരു വലിയ കമ്പെടുത്തിട്ട് വേണം തടിയാൻ. ഇതാ കൊണ്ടുവന്നു ബോസ്. ഇതാ എടുത്തു. നിനക്കിട്ട് തന്നെ ഇരിക്കട്ടാ. ഇതാ പിടിച്ചോ. നിക്കണ അവിടെ. നിനക്കൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നല്ലോ. നിക്കണം. സോറി, തെറ്റുപറ്റിപ്പോയി. കാര്യം എന്താണെന്നറിയോ? ബോസ് ഒരിക്കലും പാർട്ടി തരാറില്ലല്ലോ. മോട്ടുവിന്റെ നുണയിൽ ഞാൻ വീണുപോയി. എന്റെ പൈശാചിക ബുദ്ധിയിൽ അപകടകരമായ ഒരു ഐഡിയ തോന്നുന്നുണ്ടാ. മോട്ടുവിനിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? മോട്ടു ഇപ്പൊ ജോണാകാൻ പോകുന്നു. ആ സ്യൂട്ട് കേസിന് ടൂൾസിങ് എടുത്തേ ജോണിന്റെ ഉടുപ്പ് മുഖംമുടിയും. മോട്ടു, ഇതാണ് ഞാൻ നിനക്ക് തരുന്ന സർപ്രൈസ് പാർട്ടി. ഇനി നമുക്ക് കളി കാണാലോ. നിന്റെ കഴുത്തിന്റെ അടിയിൽ ഞാനൊരു മിഷൻ വെച്ചിട്ടുണ്ട്. അത് നിന്റെ സൗണ്ടിന് വേണ്ടി മാത്രം. മോട്ടു, നീ എന്തൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചാലും നിന്റെ ശബ്ദം ഈ ജോണിന്റെ പോലെ തന്നെയായിരിക്കും. ഇത്രയ്ക്ക് ധൈര്യമായോ എന്റെ വീട്ടിൽ വന്നിട്ട് മോട്ടുവിന്റെ സ്ഥലത്ത് കിടന്നുറങ്ങാൻ? അടിക്കല്ലേ അടിക്കല്ലേ പത്തിലു അടിക്കല്ലേ. എടാ, ഇത് എന്റെ വീടാടാ. ഞാൻ ഇന്നതിനൊരു പരിവാക്കാതെ വീടുന്ന പ്രശ്നമില്ല. എന്താ ഇത് പത്തിലു?
പത്രു, നിനക്ക് എന്താ അവിടെ നിൽക്ക്. സംഭവിച്ചത്? എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നേ? ഞാൻ ഓടിക്കോ, പത്രു. എടാ നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് വന്ന് കിടക്കാൻ? ചിങ്കം സാറേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. പത്രുവിന്റെ അടുത്ത് തന്നെ രക്ഷിക്കോ. എന്നോട് തന്നെ ചിങ്കം സാറെ പകരം അടുത്തത് ചോദിച്ചോളൂ. നിനക്ക് പുറകെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നെ കാത്തിരിക്കും. എന്താ സംഭവിച്ചത്? മോട്ടൂന് രക്തം പിടിയും കെട്ടിക്കാണില്ല. ശബ്ദവും എന്റേത് പോലെ തന്നെയാണല്ലോ. ബോക്സറളിയ, കുറച്ചു നേരം മുമ്പ് ആ ജോൺ നിങ്ങളുടെ വീട്ടിൽ കയറാൻ ട്രൈ ചെയ്തിരുന്നു. എന്നെ കണ്ടപടെ അവൻ ഓടി രക്ഷപ്പെട്ടു. ഞാൻ അവനെ ഇപ്പൊ തന്നെ ശരിയാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? നീ ഒരിക്കലും നന്നാവില്ല അല്ലേ? ഇന്ന് നിന്റെ അവസാനമാ. എന്റെ വീട്ടിന്റെ പരിസരത്ത് വരാൻ ധൈര്യം കാണിക്കുക. ചിങ്കം സാറേ, ജോണിന്റെ വീട്ടിൽ മോഷണത്തിന് വന്നതാ. വണ്ടി വേഗം വിട്. ഓക്കേ. ചിങ്കം സാറേ, ദയവ് ചെയ്ത ബോക്സറി ഒന്ന് തടഞ്ഞു നിർത്ത്. അല്ലെങ്കിൽ അയാളെ ഇടിച്ചിടിച്ചൊരു പരുവത്തിലാക്കും. Stop in the name of law. ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. ഇളനീര് വെച്ച് അവരെ ശരിക്കിട്ടൊന്ന് പെരുമാറി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തേ? എന്തിനാ ഇവരെന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത്? അതിന് മാത്രം എന്തോ കുറ്റമാ ഞാൻ ചെയ്തേ? എടാ ജോണേ, ഇത് നിന്റെ പരിപാടിയായിരുന്നു അല്ലേ? കാണിച്ചു തരാടാ. ഇത് അത്ഭുതം തന്നെയാണല്ലോ. ഇവിടെ എങ്ങനെ ജോണിന്റെ നിഴല് വരുന്നേ? എന്താ പറ്റിയത്? ഒരെത്തും പിടി കിട്ടുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോ ജോണിന്റെ മുഖം പോലെ തന്നെ ഉണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെയാ സംഭവിക്കുന്നേ? ഫോൺ നമ്പർ മോട്ടുവിന്റെ ആണല്ലോ. പക്ഷെ ജോണിന്റെ ശബ്ദം എങ്ങനെയാ ഇതിലൂടെ വരുന്നത്? പത്ലു, എന്റെ ശബ്ദം മാത്രമല്ല, എന്റെ ഫേസ് വരെ അവൻ ജോണിനെ പോലെ ആക്കി മാറ്റി. എല്ലാരും ഞാൻ ജോണാണെന്ന് കരുതി. വലത്തെന്നും ഇടത്തെന്നും ഇടിയോടിടി. എല്ലാം ജോണിന്റെ വഴിയാ. നീ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് വാ വേഗം. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ആ ബോട്ട് വരെ ഞാൻ നന്നായി ഒതുക്കി കളഞ്ഞതായി. ഇനി മേലാൽ അവൻ ഒരു ശല്യത്തിന് വരത്തില്ല. നമ്മുടെ കൺമുന്നിൽ പോലും വരത്തില്ല. ഒരു കാര്യം ചെയ്യാം ബോസ്, കുറച്ചു നേരം വിശ്രമിക്കാം. അവൻ എവിടെയെങ്കിലും പോയി തല്ലുകൊണ്ടോട്ടെ. എന്ത്? ശരി വാ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. വാ, എന്തെങ്കിലും കഴിക്കാം. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ ജോൺ അവന്റെ മുഖമൂടിയും ഡ്രസ്സും നിന്നെ കൊണ്ട് ധരിപ്പിച്ചിരിക്കുക. അവനത് ലോക്കും ചെയ്തിരിക്കുന്നു. ഇപ്പൊ ശരിയാക്കാം. എന്താ കണ്ടില്ലേ? ആ മിഷൻ കാരണം നിന്റെ ശബ്ദം ജോണിന്റെ ശബ്ദം പോലെ ആയത്. ഇന്ന് ഞാൻ ജോണിനായിട്ട് തല്ലാൻ പോകുന്നത് അവൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അതുപോലെ തല്ലണം. ഒരു മിനിറ്റ് നിൽക്ക്. അവന്മാരെങ്ങനെയാണോ നമ്മുടെ അടുത്ത് പെരുമാറിയത് അതുപോലെ നമുക്ക് തിരിച്ചടിക്കണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും പറ, വേഗം പറ. ഐഡിയ.
ആരുടെ ഫോണാ? ഹലോ? മോട്ടു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നീ അവിടെ ഇരുന്ന് നമ്പർ 1-നെയും നമ്പർ 2-നെയും നന്നായി ജോലി ചെയ്യിപ്പിക്കേ. നമ്പർ 1-നും നമ്പർ 2-നും ഒരിക്കലും അറിയാൻ പാടില്ല നീ ജോണല്ല മോട്ടുവാണെന്ന്. ഞങ്ങളിപ്പോ അവരുടെ ബോസിനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരെങ്ങാനും നീ അവരുടെ ബോസ് അല്ലെന്ന് അറിയാൻ ഇടയായാൽ അവർ നിന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടും. ഓക്കെ, ബൈ, എൻജോയ്. ബൈ. നമ്പർ ടു. നിനക്കറിയോ, ഇത് മോട്ടുവാ. ഇവൻ നമ്മുടെ ബോസിനെ പിടിച്ചു വെച്ചിരിക്കയാ, അറിയാമോ? ഇവനെ നമുക്ക് ഇന്ന് ശരിയാക്കി കൊടുക്കണം. ബോസിന് വേണ്ടി നമുക്ക് ഇവനോട് പ്രതികാരം ചെയ്യാം. ബോസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? രാവിലെ തന്നെ രണ്ടുപേരും വടിയൊക്കെ കുത്തിപ്പിടിച്ചാണല്ലോ. എന്ത് വേടാ? എന്താന്ന് നിങ്ങളെ സേവിക്കാനുള്ള സമയമായില്ലേ ബോസ്? എന്തിനാണ് തല്ലുന്നത്? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും തല്ല. എന്താ കാര്യം? നമ്പർ 1, നമ്പർ 2 എന്താണ് Watch India's largest kids library only on Jio Hotstar. Download the app now.